എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള കടൽ മത്സ്യങ്ങൾ വെച്ചിട്ട് വെട്ടിക്കെട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അയില, മത്തി, തിരിയാൻ, മണങ്ങ്, പിന്നെ നന്ദൻ, കൊഴുവയുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ കൂന്തല്, പിന്നെ എന്താ ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, അങ്ങനെ പല തരം ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ റെസിപ്പി. നമ്മളിപ്പോ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ മീനുകളെല്ലാം ഏകദേശമൊക്കെ ക്ലീൻ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞണ്ടും കൂന്തലും ആണ്. അപ്പൊ അത് രണ്ടും ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൂന്തൽ ക്ലീൻ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ കൂന്തൽ എടുത്തിട്ട് ഇതിന്റെ തലയും ചിറകും കാലും ഒക്കെ ഇല്ലേ, അത് നമ്മൾ ചിറകല്ല കാലും തലയും കാലും ഒക്കെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നാട്ടിയൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പോരുവേ. വിട്ടുപോരേ. ഓക്കെ, ഇതേ കണ്ടാ ഇതിങ്ങനെ ഇട്ടുവന്ന് കഴിയുമ്പോഴേക്കും നമ്മളിതിനകത്തുനിന്ന് ഇതിൻ്റെ കുടലൊക്കെ എടുത്ത് കളയണ്ടേ. ഇതിൻ്റെ ഒരു യെല്ലോ കളറിൽ കാണുന്ന കുടലും ബാക്കി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കളയുണ്ട്. അതിങ്ങനെ വലിച്ച് ആ മഞ്ഞ കളറിലുള്ള മഞ്ഞ വേണ്ടതെ ഈ ഭാഗം ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് അനങ്ങാതെ ഇങ്ങനെ വിടിച്ചെടുത്താൽ മതി. ഇതേ അപ്പം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ കാല് പോലത്തേക്ക് ഭാഗങ്ങൾ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് അതിനുള്ളിൽ കണ്ട ഒരു കട്ടിയുള്ളൊരു ഭാഗം ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ അത് പുറത്തേക്ക് ചാടി വരും. ഇതേ കണ്ട അതിങ്ങനെ ഇങ്ങനെ എടുത്ത് കളഞ്ഞേക്കണേ. വേണ്ട നമുക്ക്. അപ്പോൾ ഇനി ബാക്കി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ കണ്ണൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. കണ്ണ് നമ്മൾ എടുക്കാറില്ല കേട്ടോ. ചില എടുക്കുവാന്ന് അറിഞ്ഞൂടാ എല്ലായിടത്തും. നമ്മളിവിടെ എടുക്കാറില്ല കേട്ടോ. അത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കണ്ട അപ്പുറവും ഇപ്പുറവുമായിട്ട് തലയുടെ അപ്പുറവും ഇപ്പുറമായിട്ടാണ് എൻ്റെ കണ്ണിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുവാണ് കേട്ടോ. കംപ്ലീറ്റ് തൊലിയും ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൂന്തലിൻ്റെ ഉള്ളിലൊരു പേന പോലത്തെ ഭാഗം ഉണ്ട് കേട്ടോ. അതായത് കണ്ട ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ചുമ്മാ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന കേട്ടോ. അതേ നോക്കി ഒരു ക്രാഫ്റ്റ് വർക്കിനൊക്കെ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഓല പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാല്ലേ. ഇനി ഇതിൻ്റെ പുറമേ കാണുന്ന ഈ തൊലി എന്തെങ്കിലും പറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ വളരെ എളുപ്പമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഞണ്ടിനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതെ, ശരിക്കും ഞണ്ടിൻ്റെ കാലിൻ്റെ സൈസ് നോക്കി ഭയങ്കര വലിയ ഞണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വലുതല്ല, എന്നാലും നമുക്ക് കിട്ടുന്നതിൽ വലുത്. കോൺ പോലത്തെ ഒരു ഭാഗം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു കോണിൻ്റെ ഷേപ്പ്. ഇത് നമ്മൾ ആദ്യം തന്നെ പറിച്ചെടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ കോൺ പോലെ ഇരിപ്പുണ്ടെന്ന്. ഇതിനകത്ത് നിറയെ പൊഞ്ഞണ്ടെന്നാ തോന്നുന്നത്. നോക്കട്ടെ കേട്ടാ. ഇനി നമുക്ക് ഈ കാലുകളെല്ലാം ഒന്ന് വിടിച്ചെടുത്തിട്ട് വേണം അതൊന്ന് പുറത്തേക്ക് ഇങ്ങനെ തുറക്കാനായിട്ട് കേട്ടാ. കാല് പിടിക്കട്ടെ. ഇങ്ങനെ ചുമ്മാ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും കാലുകളെല്ലാം ഇങ്ങനെ വിട്ടു പോരുവേ. മതി കേട്ടാ. കാലുകൾ കംപ്ലീറ്റ് പെട്ടെന്ന് പോലെ ഉണ്ട്. ഇതെല്ലാം കാലൊന്നും അല്ല കേട്ടാ. ഇത് കാലും കയ്യും കൂടിയാന്ന് തോന്നുന്നു. ഇതൊരെണ്ണാണ് കാലട്ട. കാലെല്ലാം വിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് തുറന്നെടുക്കുവാടെ. ചെപ്പ് തുറക്കുന്നത് പോലെയാണ് ഞണ്ട് തുറക്കുന്നത്. കണ്ടോ, വിട്ടുവാ കണ്ട വാ, സൂപ്പർ. ഇങ്ങനെ പുറമേ നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടത്തിക്കളഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇതിങ്ങനെ അങ്ങ് പറിച്ച് കളയണേ. ഇതെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കളയാറുണ്ട് എല്ലാവരും. ഇവിടെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ ഉണ്ടോ, പെട്ടെന്ന് വിട്ടു പോരുവേ. ഇതിങ്ങനെ ബാക്കി ഇങ്ങനെ പുറമേലേക്ക് വന്നിരിക്കുന്ന കമ്പും കഷ്ണമൊക്കെ നമുക്ക് മാറ്റിയേക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഞണ്ടിൻ്റെ കാല് കാണിച്ചു തരാവേ. നോക്കി. പിന്നെ അതെ കൊഴുവ, കുഞ്ഞി കൊഴുവ ഉണ്ടായിരുന്നു. മണങ്ങ്, പിന്നെ അതെ നമ്മുടെ നന്ദനുണ്ട്, അയില, മത്തി, ഇതെങ്ങനെ ചെമ്മീൻ. നമ്മുടെ ചെമ്മീൻ കേട്ടാ ഇത്തിരി വലിയ സൈസ് ആണല്ലേ. ഇതേപോലെ ലാസ്റ്റാണ് നമ്മുടെ സ്ക്വിഡ് കിടക്കുന്നത് കേട്ടാ, കൂന്തല്. അപ്പോൾ കൂന്തലിനെ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഇല്ലേ ചിറക് പോലത്തെ ഒരു ഭാഗമില്ലേ, അത് ചുമ്മാ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ വിട്ടു പോരുവേ. വേണ്ട, ഇത് ഇടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാ മീനുകളും ഒന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. വലിയത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ചെറിയ മത്തിയും പിന്നെ അല്ലാത്ത കൊഴുവയൊക്കെ ഇല്ല, അതൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതൊരു 3 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുവാടെ. ഞണ്ട് നമ്മൾ 4ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വട്ടം കൂടി കട്ട് ചെയ്തിട്ട് അയ്യോ കണ്ടോ, ഇതൊക്കെ നല്ല വൈറ്റ് മീറ്റ് കണ്ടോ, കംപ്ലീറ്റ് ഉണ്ട് മീറ്റ്. കൊള്ളാല്ലേ. അപ്പോൾ
ഇപ്പോൾ നമ്മുടെ മീനുകളുടെ കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുവാണേ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് എടുക്കുന്നത്. അതിനായിട്ട് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരമുറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേപ്പില, പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ എരിവൊന്നും ചെല്ലാനില്ലാത്തതുകൊണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു കുഞ്ഞി കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം എടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുവാണേ. ഇപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുവാണേ. ഇനി നമ്മുടെ മീൻ പീസുകളെല്ലാം കൂടി ഈ ഉരുളിയിലേക്കാണ് എടുക്കുന്നത്. ശരിക്കും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റി, എന്നാലും നമുക്കിപ്പോൾ ഉരുളിയാണ് ഇത്തിരി ഇടമുള്ളതുള്ളത്, അതുകൊണ്ട് ഇത്തിരി വിസ്താരം വേണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ മീൻ പീസുകളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടെ. എൻ്റെ അമ്മ സൂപ്പർ മണമാണ് കേട്ടോ, അതായത് ശരിക്കും നല്ല അടിപൊളി മണം. നമുക്ക് ഏതായാലും ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം കേട്ടെ. നമ്മുടെ മീനെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇനി നമ്മൾ കുടംപുളിയും കൂടി ഇട്ട് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും അവിയലിന് നമ്മൾ മാങ്ങയോ തൈരോ ഒക്കെ ഇടാറല്ലേ പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മീനിന് വേണ്ടിയിട്ട് ഇടുന്നത് കുടംപുളിയാണ്. ഇത് നമ്മൾ ഞണ്ടിൻ്റെ കാലുകളെല്ലാം ജസ്റ്റ് ഒന്ന് ഇടികല്ല് കൊണ്ടൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ, അതായത് പെട്ടെന്നൊന്ന് അതിനകത്തേക്കൊക്കെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചതച്ചിടുന്നത്. നല്ല സുഗന്ധം, കൊതി വരണുണ്ട് ചെറുതായിട്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നിട്ടുണ്ടേ. എൻ്റെ അമ്മേ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആവി അടിച്ചിട്ടേ. അപ്പം നമ്മൾ ഇങ്ങനെ തുറന്ന് നോക്കാൻ പോകാൻ കേട്ടോ. ഇപ്പം ഏകദേശം നല്ല വെന്ത സ്മെല്ലൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കൂട്ടത്തിലാണെങ്കിൽ നല്ല മഴയും, അപ്പോൾ ഈ മഴയും ആ സ്മെല്ലും കൂടി നല്ലൊരു കോമ്പിനേഷൻ തോന്നുന്നുണ്ട്. ഇതിൻ്റെ പുറമേലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതാണ് കേട്ടോ, ഇത് കുഞ്ഞുള്ളി ചതച്ചതാണ്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മേ വെളിച്ചെണ്ണ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരണം. നല്ല ഞണ്ടിൻ്റെ കാലുൾപ്പെടെ സൂപ്പർ, എല്ലാത്തൊരു ഐറ്റംസ് ഇരിക്കട്ടെ അല്ലേ. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് ഡേഡൂസും നിയാച്ചും ഒക്കെ നന്നായിട്ട് കൊതിച്ചിരിക്കുക, അതായത് നല്ല മണം പറഞ്ഞിട്ടുണ്ട്, കൊതി പറഞ്ഞു. അപ്പോൾ അതെ നമ്മളേതായാലും ഇപ്പോൾ ഞണ്ടുണ്ട്, പിന്നെ അത് നമ്മുടെ കൂന്തൽ. അപ്പോൾ ആദ്യം പിള്ളേർക്ക് നമുക്ക് ഈ ഞണ്ട് ഞണ്ടല്ലല്ലോ നമ്മുടെ ചെമ്മിനില്ലേ, ചെമ്മിനും കുറച്ച് ഈ അരപ്പും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എനിക്കറിയാം, എല്ലാം കൂടി ഈ കുഞ്ഞു വായിലൊന്നും പോകത്തില്ല. പിന്നെ കുറച്ച് കൂന്തലിൻ്റെ പീസുകളൊക്കെ ഉണ്ട്. ചൂടുണ്ട് കേട്ടോ ഞാൻ, ചൂടുണ്ടാ കുഴപ്പമില്ല. ഇനി നിയാച്ചൂനും അതേപോലത്തെ, സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കൊതി വരണുണ്ട്. ഈ കുട്ടിക്ക് തരുവാട് കൊള്ളാവോ? എടുത്ത് എങ്ങനെയുണ്ട്? എടുത്ത് തരട്ടെ ഒരു കുഞ്ഞു പീസ് മുള്ള. ഓക്കെ തരട്ടെ. ഇങ്ങനെ കുഴഞ്ഞിരിക്കുമ്പോഴേ അമ്മോ കൊതി പറഞ്ഞു എനിക്ക് സത്യത്തിൽ. കൊള്ളാവോ? അപ്പോൾ അതെ നമ്മൾ മത്തിയുടെ ഒരു കുഞ്ഞു കഷ്ണവും കിട്ടിയിട്ടുണ്ട്, പിന്നെ അതെ നമ്മുടെ സ്കിഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കുറച്ച് അരപ്പും കൂടി ചേർത്ത് വെച്ചോട്ടെ. എൻ്റെ അമ്മേ അടിപൊളി, തരാം. എടുക്കില്ലേ, ഇതൊരു കൊളാബറേഷൻ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ പറയാം. ഒരു കുഞ്ഞു കഷ്ണത്തിന് എടാ അതിനിടക്ക് എന്തൊക്കെയാ ഇതുണ്ടോ ഞണ്ടിൻ്റെ ഒരു കുഞ്ഞ്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടണം ചേട്ടാ. ബൂംബാങ്ങിൻ്റെ ആളാണോ? മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരിക്കും നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ശരിക്കും അടിപൊളിയാണ് കേട്ടോ. മീൻ അവിയലെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. വേണം നീ ആള് പോലെയാണല്ലോ. ശരിക്കും പറഞ്ഞില്ലേ ഇതിനകത്ത് ഈ കൂന്തൽ, അതായത് നമ്മുടെ ഈ കൂന്തലുണ്ട്, ഞണ്ടുണ്ട്, ചെമ്മിന് എല്ലാത്തിൻ്റെയും കൂടി മത്തി, അയില അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള, ശരിക്കും തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതെ തരാം.
അപ്പൊ ഏതായാലും ഇല്ലേ നമുക്ക് പറഞ്ഞു നിൽക്കാനായിട്ടൊരു അവസരം മക്കൾ തരുന്നില്ല. അപ്പൊ ഏതായാലും ഇന്നത്തെ ഇതൊന്ന് പറഞ്ഞു തീർത്തേക്കട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്തൊരു വെട്ടിക്കെട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജോമി ആൻഡ് ഹെയ്ഡൻ ജോബോൻ സ്റ്റെഫാനിയ മരിയ ജോബോൻ.